ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. സോ ഇന്ന് ഒരു വൈകുന്നേരത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നത്. ഇപ്പോൾ വൈകുന്നേരം എല്ലാ വീട്ടിലും ഉള്ളതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലും ചായ ഇടും. ചായ ഇല്ലാത്തൊരു പരിപാടിയേ ഇല്ല. ചായക്ക് ചിലപ്പോൾ സ്നാക്സ് കാണും, ചിലപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാറാണ് പതിവ്. മിക്കപ്പോഴും വാഴയ്ക്കാപ്പോ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും ഐറ്റംസ്, ബ്രെഡോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, റെഡിയാക്കും. കുറച്ച് നമ്മളങ്ങനെ പുറത്തുനിന്ന് വാങ്ങാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് വൈകുന്നേരം ഡിന്നറിന് നമുക്ക് ചപ്പാത്തിയും പൊട്ടറ്റോ സ്റ്റൂവാണ്. മിക്കപ്പോഴും നമ്മളെ കേരളത്തിൽ എല്ലാ വീട്ടിലും ഉച്ചയ്ക്ക് ചോറും വൈകുന്നേരവും ചോറായിരിക്കും. ചിലയിടത്ത് മാത്രമേ ഉള്ളൂ ഡിന്നറിന് കാപ്പി എന്നുള്ളൊരു സമ്പ്രദായം, അല്ലേ? അപ്പോൾ ഞങ്ങളെവിടെയും കാപ്പിയാണ് ഞങ്ങൾ രാത്രി കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് കാപ്പിക്ക് രാത്രി ചപ്പാത്തിയും പൊട്ടറ്റോ സ്റ്റൂവാണ്. അപ്പോൾ ഇത് എളുപ്പമാണ് കേട്ടോ, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഈ പൊട്ടറ്റോ സ്റ്റൂ എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി നമ്മളൊരു 3 സവാള എടുക്കുക, 2 ഉരുളക്കിഴങ്ങ് എടുക്കുക, അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങ് എടുക്കുക, ക്യൂബ്സായിട്ട് അരിയുക. ഒരു ചെറിയ സൈസ് ഇഞ്ചി എടുക്കുക, കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വയ്ക്കുക. 4-5 പച്ചമുളക് സ്ലൈസ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മളിതിന് തേങ്ങാപ്പാലിലിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എണ്ണ ചൂടാക്കുക, കറിവേപ്പില, അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം നമ്മൾ ഒന്നിച്ചിടും. ആദ്യം നമ്മൾ ഇഞ്ചി ഇടും കേട്ടോ. ഇഞ്ചി ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് ബാക്കി സവോളയും ഉരുളക്കിഴങ്ങും പച്ചമുളകൊക്കെ ഇടേണ്ടത്. ഉപ്പിട്ട് കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് എന്ത് ചെയ്യും, നമ്മളൊന്ന് എന്ത് ചെയ്യും, വഴറ്റി കൊടുത്തിട്ട് നമ്മൾ തേങ്ങാപ്പാൽ റെഡിയാക്കാൻ പോവുകയാണ്. ഇതിന് വേണ്ടിയിട്ട് 2 പിടി തേങ്ങ എടുക്കുക, ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇതിനൊന്ന് അരച്ചെടുക്കണം. ഒറ്റ ഒരു ഇതിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് കറക്കി എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഒന്നാമത്തെ പാലെടുക്കണം. അതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ തേങ്ങാപ്പാൽ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പൊട്ടറ്റോ സ്റ്റൂ കുക്ക് ചെയ്യാൻ പോകുന്നതും 2ാം പാലിലാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2ാം പാൽ ചേർത്ത് നമ്മൾ എന്ത് ചെയ്യും, വിസിൽ കേൾപ്പിക്കണം. അതിന് ശേഷം ആവി ഒരു 3 വിസിൽ നമ്മൾ കേൾപ്പിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് കുക്ക് ചെയ്ത് പ്രഷറൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ അടപ്പ് തുറന്ന് ശകലം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി വയ്ക്കാം. എന്നിട്ട് 1ാം പാൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. എന്നിട്ട് ഓഫ് ചെയ്യുക. ശകലം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ചപ്പാത്തിക്കുള്ള പരിപാടിയാണ്. ഒരു പാത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ചപ്പാത്തി കഴിക്കാൻ അറിയാമല്ലോ എല്ലാവർക്കും. വെള്ളം എടുത്ത്, മിക്കപ്പോഴും എല്ലാ വീട്ടിലും പച്ചവെള്ളമാണ്. അപ്പോൾ ചിലയിടത്തൊക്കെ ചൂടാക്കി ഒഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലും നമ്മൾ ചിലപ്പം എന്ത് ചെയ്യും, അപ്പം പെട്ടെന്ന് ഒരു ചപ്പാത്തി ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം വെള്ളം ചേർത്തു, മാവിട്ട് കൊടുത്തു, ആവശ്യാനുസരണം ഉപ്പ്, കുറച്ച് നെയ്യും കൂടെ ഇട്ടിട്ടുണ്ട്. ഞാനത് കാണിച്ചിട്ടില്ല. ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് നേരം വെച്ചിട്ട് പരത്തിയെടുക്കുകയാണ് പതിവ്. ഞാൻ ചപ്പാത്തി പരത്തുന്നതിൽ അത്ര എക്സ്പേർട്ടല്ല കേട്ടോ. ഇവിടെ എൻ്റെ അമ്മയും ചേട്ടൻ്റെ അമ്മയും അതിൽ എക്സ്പേർട്ടാണ്. അപ്പോൾ ചേട്ടൻ്റെ അമ്മ ആണ് പരത്തുന്നത്. അമ്മ നല്ല സ്പീഡിൽ തന്നെ ഇത് കറക്റ്റ് റൗണ്ടാക്കി എടുക്കും. അപ്പോൾ പരത്തി വെച്ചിട്ട് ഒരു 6-6:30 മണിയായി. അപ്പോൾ തന്നെ വിളക്ക് കത്തിക്കാനുള്ള സമയമായി. ഞങ്ങൾ വിളക്ക് കത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി വിളക്ക് വെച്ചിട്ട് ബാക്കി പരിപാടി നമുക്ക് വരാം. ഇത് വിളക്ക് കത്തിച്ചു, നാമം ചൊല്ലി. ഞാൻ വിളക്ക് കത്തിക്കുമ്പോൾ മോളും കൂടി വരുന്നുണ്ട്. ഇവിടെ നിന്ന് തന്നെ ഉണ്ടായ പൂക്കളാണ് കേട്ടോ. അത് റോസാപ്പൂ അല്ല, വെള്ളപ്പൂ, പാരിജാതമാണ്. പാരിജാതം കുറേ നാളുകൊണ്ടേ ഞങ്ങളവിടെ നിൽക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴാണ് ഒന്ന് പൂത്ത് തുടങ്ങിയത്. നല്ല മണമുള്ള പൂവാണ് കേട്ടോ. പൂത്താൽ നമ്മളതിൻ്റെ അടുത്ത് ചെന്നാൽ മതി, നല്ലൊരു മണം കിട്ടും. ഓക്കെ, ഇപ്പോൾ വിളക്ക് കത്തിച്ചു, നാമമൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബാക്കി ആ തേങ്ങാപ്പാൽ 1ാം പാൽ ഒഴിച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കും. എന്നിട്ട് ചപ്പാത്തി നമ്മൾ എന്ത് ചെയ്യും, ചുട്ടെടുക്കുകയാണ്. നമ്മളിവിടെ കുറച്ച് പൊടിയേ ചേർക്കാറുള്ളൂ പരത്താനായിട്ട്. നമ്മൾ ഒരുപാട് മാവ് ചേർത്താൽ ഈ ചപ്പാത്തി റഫായി പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് മാവിട്ടാണ് പരത്തിയെടുക്കുന്നത്. ചപ്പാത്തി ചുടുമ്പോൾ തന്നെ ശകലം നെയ്യിട്ട് ചുടുത്താൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടും. ചപ്പാത്തിയൊക്കെ ചുട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഒരു പണിയുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ ചേട്ടത്തിയുടെ പിറന്നാളാണ്, നാളാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പായസം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു സേമിയ പായസമായിരുന്നു കേട്ടോ. അതിൻ്റെ റെസിപ്പി എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എന്തായാലും അതൊരു ദിവസം ചാനലിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമ്മൾ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ ഇതിനെ പോളിനേറ്റ് ചെയ്യാറാണ് പതിവ്. ഒരു ബ്രഷും സ്പൂണൊക്കെ വെച്ചിട്ട്. എൻ്റെ അമ്മയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങളുടെ അടുത്ത് ഗാർഡനാണ്.
അപ്പോൾ പോളിനേറ്റ് ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് നല്ല വലിയൊരു ഫ്രൂട്ട് കിട്ടും. അല്ലെങ്കിൽ മിക്കപ്പോഴും പൂ കൊഴിഞ്ഞു പോകാറാണ് പതിവ്. അപ്പോൾ നമ്മൾ എപ്പോൾ പൂത്താലും ഇങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈവനിങ് വ്ലോഗ് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പരാഗണം ചെയ്യുന്നത്. ബ്രഷും സ്പൂണ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ നല്ലൊരു ഫ്രൂട്ട് കിട്ടും. ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷമൊക്കെ നിറയെ നമ്മളുടെ വീട്ടിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സും പിന്നെ നെയ്ബേഴ്സിന് കൊടുക്കാനും കിട്ടാറുണ്ട്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, ടാറ്റാ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.